ശരി സാർ. വിചാരിക്കണം കേട്ടോ. അതൊന്ന് വെട്ടിച്ചുരുക്കി ഒരു വീടിനുള്ള ഗൈസ് നോക്കൂ, ഇപ്പോൾ മരിച്ചുപോയ കോമഡി ആർട്ടിസ്റ്റായ സുധിച്ചേട്ടൻ്റെ ഭാര്യയായ രേണു സുധിക്കെതിരെ വളരെയധികം രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുക. എന്താണ് കാരണം എന്നറിയാമോ? അവരൊരു ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്ത് അവരുമായി ബന്ധപ്പെട്ട ഒരു വസ്ത്രം ഇച്ചിരി മോഡേണായി പോയി എന്നതിൻ്റെ പേരിൽ അവരെ സമൂഹത്തിൽ വളരെയധികം മോശമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ് നോക്കൂ, ഒരു വ്യക്തിക്ക് കുറച്ച് സഹായം ചെയ്തു എന്നതിൻ്റെ പേരിൽ കുറച്ചധികം സമൂഹത്തിൽ അറിയിക്കുന്ന ഒരു വീഡിയോ വെച്ച് കൊടുത്തെന്നോ അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക സഹായം ചെയ്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് സഹായം കൊടുത്തു എന്ന പേരിൽ അവർ ഇങ്ങനെ ജീവിക്കാവൂ അല്ലെങ്കിൽ അവരിങ്ങനെ പെരുമാറാവൂ, അവരിങ്ങനത്തെ വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ അടിച്ചേക്കുന്ന കുറേ അമ്മാവന്മാരുണ്ട് ഗൈസ്. അവർ കുറേ അധികം വീഡിയോയൊക്കെ സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടുണ്ട്. ഇവരുടെ വസ്ത്രധാരണം ശരിയല്ല, ഇവർ അയാളെ വിറ്റാണ് ജീവിക്കുന്നത്, ഇയാൾ അവരുടെ ഭർത്താവിനെ വിറ്റാണ് ജീവിക്കുന്നത്, ഇവർ അഴിഞ്ഞാടി ജീവിക്കുന്ന ഒരാളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുന്ന കുറേ അധികം വീഡിയോസ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലൊരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോത്തിൽ ഒരു അഭിപ്രായം പറയുക എന്നുള്ളത്. ഗൈസ് നോക്കൂ, ഒരാൾക്കൊരു സഹായം ഒരു വീഴ്ച വരുമ്പോൾ കുറച്ച് സഹായം സമൂഹം ചെയ്തെന്ന് വിചാരിച്ചു. ഈ സഹായത്തിൻ്റെ പേരിൽ അവരുള്ള കാലം മൊത്തം ഇതിന് അടിമപ്പെട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഒരു നിയതമായ ചട്ടക്കൂടി ജീവിക്കണം, അല്ലെങ്കിൽ നിയതമായ രീതിയിലുള്ള വസ്ത്രമേ ധരിക്കാവൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ അമ്മാവന്മാരുണ്ട് ഗൈസ്, അല്ലേ? ഇവന്മാരുടെയൊക്കെ വീട്ടിൽ നിന്നാണ് അവർ കൊണ്ട് കൊടുക്കുന്നത്. ഇവരെങ്ങനെ ജീവിക്കുന്നതെന്ന് അവർ തിരക്കുന്നുണ്ടോ? അതൊന്നുമില്ല. അവരെന്തെങ്കിലും ഒരു കാര്യം അവരുടേതായ രീതിയിൽ ആർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ രീതിയിലൊരു മീഡിയ ചെയ്യുമ്പോഴോ ഷോർട്ട് ഫിലിമോ ചെയ്യുന്ന രീതിയിൽ വരുമ്പോൾ ഇവർ വിമർശിക്കുക അങ്ങ് മാറി. എന്തിനിങ്ങനെ വിമർശിക്കണം? അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാനുള്ളത് അവകാശം നമ്മുടെ രാജ്യത്തില്ലേ? കുറച്ച് ആൾക്കാർ വന്നിട്ട് അവരെ സോഷ്യൽ ഓഡിറ്റിങ് നടത്തുക. തീർത്തും തെറ്റായ രീതിയാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാനോ അവർക്കിപ്പോൾ ഭർത്താവ് മരിച്ചു രണ്ടാമത് വിവാഹം കഴിക്കണോ എല്ലാത്തിനും അവകാശമുണ്ട് ഇവിടെ. അതിന് കുറേ ആൾക്കാർ വന്നിട്ട് പറയാം സുധിയെ വിറ്റ് ജീവിക്കുന്നു, സുധിയെ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് ഞാൻ കണ്ട്. അവർക്ക് എന്തെങ്കിലും സഹായം അവർ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലോ അതനുസരിച്ച് ജീവിക്കാനുള്ള അവസ്ഥ അവർക്കില്ല. അവർ ഇന്ന പോലെ ജീവിക്കാവുള്ളൂ എന്നൊരു നിയതമായ ഒരു കെട്ടുപാട് അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് അവർക്ക് തീർത്തുകൊണ്ട് അതിനകത്ത് തന്നെ ജീവിക്കണമെന്നുള്ള രീതിയിലുള്ള കുറേ അധികം മുൻവിധികളോടുകൂടിയ കുറേ അഭിപ്രായം വന്നുകൊണ്ട് കഴിക്കുക. വളരെ വിമർശനമാണ് അവർക്കെതിരേക്ക് ഇവന്മാരൊക്കെ അയച്ചിരിക്കുന്നത്. പാവാട ഇടുന്നത് ഇങ്ങനെയല്ല, പാവാട ചന്തി കാണിച്ചാൽ ഇടുന്നതെന്നൊക്കെ പറഞ്ഞാണ് ഇവർ വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർത്തും വേദനാജനകമായ ഒരു കാര്യമാണ് ഗൈസ്, അല്ലേ? ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയിലുള്ള വസ്ത്രം ധരിക്കുവാനും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫോട്ടോഷൂട്ട് നടത്താനും ഒക്കെ അവിടെ അവകാശമുണ്ട്. ഒരുത്തനും ഇതിനകത്ത് കയറിയേച്ചും വലിയ ആൾ കളിക്കുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞാൽ ശരിയല്ല. അവരെ പുറത്തോട്ട് ഒരേ നിയതമായ കുറ്റം അടിച്ചേൽപ്പിക്കുക. അവരെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് മുന്നോട്ട് ജീവിക്കണം. അവരെങ്ങനെയാണ് ജീവിക്കണമെന്നോ അവർക്ക് ഏത് രീതിയിലാണോ അവർ മാർഗം കണ്ടെത്തണം, അവർക്ക് ഇഷ്ടമാണത്. ഓരോരുത്തരുടെ പേഴ്സണലായിട്ടും ഇഷ്ടമാണ് ഏത് രീതിയിൽ ജീവിക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള അവരവരുടെ താല്പര്യം. അതിനകത്തായിട്ട് കുറേ കൊണ്ടുവന്ന് ആ രീതി വസ്ത്രം ധരിച്ചു, ഈ രീതി നടത്തും, ഈ രീതി ഫോട്ടോഷൂട്ട് നടത്തി സുധിച്ചേട്ടനെ ചതിക്കുവാണ്. ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ അടിയിലൊക്കെ. നമ്മുടെ മൂല്യബോധവും നമ്മുടെ സംസ്കാരവും ഏത് രീതിയിലാണ് പോകണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ പണ്ടത്തെ നമുക്കൊരു ചിന്താഗതി ഉണ്ട്. പണ്ടൊക്കെ പറഞ്ഞാൽ ഭർത്താവ് മരിച്ചുപോയ ഭാര്യ ഒരവകാശവും ഇല്ല, അവർ ആ ഭർത്താവിൻ്റെ ഇതിൽ ജീവിക്കണം, അല്ലെങ്കിൽ ചിതയിൽ ചാടി മരിക്കണം, അന്ന പോലുള്ള കുറേ അധികം യാഥാസ്ഥിതികമായ ഒരു കമൻറ്റുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. തീർത്തും വേദനാജനകമായ ഒരു സംഭവമാണ്. ഒരിക്കലും അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെന്നേ. ആർക്ക് എത്ര ഛേദം? ഈ പുറത്തോട്ട് ഈ ഇല്ലാത്ത രീതിയിലുള്ള ഈ കുറ്റങ്ങളും കുറവുകളും വർത്തമാനം പറയാനും കുറേ അഭിപ്രായ ബോധം ഇവരൊക്കെ പറയാൻ ഇവരൊക്കെ ആരാ? ഇവരൊക്കെ അവരുടെ തോന്നിയ ഇഷ്ടത്തിനല്ല ജീവിക്കുന്നത്. പിന്നെ നമ്മളെ പുറത്തോട്ട് ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഗൈസ്. താങ്ക് യു.